സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സംഭാവനകൾ അയച്ചു തരണം, പരസ്യങ്ങൾ നൽകണം. നിങ്ങളുടെ ആവലാതികൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ അയച്ചു തന്നുകൊണ്ടേയിരിക്കുക. ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ DA ചെയ്തു, ലീവർ സറണ്ടർ, പങ്കാളിത്ത പെൻഷൻ പോലുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലത്തെ മറ്റ് കാര്യങ്ങൾ ചെയ്തു. ആശാ വർക്കേഴ്സ്, തൊഴിലുറപ്പ്, അംഗനവാടി, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പാചക തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ഒത്തിരി പലതിനും നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് ഉണ്ടാവുന്നവരും ഞങ്ങളെ പരിഗണിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിച്ചുകൊണ്ട് അങ്കണവാടി ഫ്രീഡം ഫോറം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതിൻ്റെ ചെയർമാൻ കൂടെയാണ്, അതിൻ്റെ മെൻറ്ററും അഡ്വൈസറും ഒക്കെയാണ്. അപ്പോൾ എല്ലാ ദിവസവും അങ്കണവാടിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുള്ള വളരെ ഗൗരവതരമായൊരു വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും 1975 മുതൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോൾ 40 വയസ്സ്, 50 വയസ്സ്, 60 വർഷമൊക്കെ, അല്ല 60 40 വർഷം, 30 വർഷം, മിനിമം 40 വർഷമെങ്കിലും ജോലി ചെയ്തവരുണ്ട്. ചിലർ കൂടുതലുണ്ട്. എന്തായാലും വേറെ മാക്സിമം ഞാൻ പറഞ്ഞ മാക്സിമം 40 വർഷം ജോലി ചെയ്തവരുണ്ട്. പിന്നെ 10 വർഷം, 20 വർഷം അങ്ങനെ ഉള്ളവരുണ്ട്. പക്ഷേ ചിലർ കൂടുതലുണ്ട്. കാരണം 50 വർഷം ആയല്ലോ സംഭവം വന്നിട്ട്. ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ CDPമാരുടെയും സൂപ്പർവൈസർമാരുടെയും ICDS ഓഫീസർമാരുടെയും ശ്രദ്ധയ്ക്കാണ് ഞാനിത് പറയുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് പെൻഷൻ കട്ടായി. ആരുടെ കുറ്റം? 2016 അംഗനവാടി ക്ഷേമനിധി ആക്റ്റിലെ 6ാമത്തെ ക്ലോസ് പാവപ്പെട്ട അംഗനവാടി ടീച്ചർമാരോട്, ഹെൽപ്പർമാർ, വർക്കർമാരോടും പറയാത്തത് കൊണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് 500 പേർക്കാണ് പെൻഷൻ കട്ടായി കിടക്കുന്നത്. ആലോചിച്ച് നോക്കൂ. 62 വയസ്സ് ജോലി ചെയ്തിട്ട് ഒരു CDPയോ ഒരു സൂപ്പർവൈസറോ ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിലുള്ള ഒരാൾ ശമ്പളം വാങ്ങി ജീവിച്ചിട്ട് പെൻഷൻ പറ്റി 56ാമത്തെ വയസ്സിൽ പെൻഷൻ പറ്റിയതിന് ശേഷം നിങ്ങൾക്ക് പെൻഷൻ അങ്ങ് കട്ടായിപ്പോയെന്ന് വിചാരിക്കുക. ജീവിക്കാൻ പറ്റുമോ? വലിയ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അതൊരു പ്രശ്നമാണ്. അത് നിങ്ങൾ പറഞ്ഞില്ല താഴോട്ട്. അതിന് ഇനിയിപ്പോൾ തിരുത്തിയിട്ട് കാര്യമില്ല. പിന്നെ പറയുക എന്നുള്ളതല്ലാതെ പലവട്ടം നിങ്ങൾക്ക് പരിപത്രം സെക്രട്ടേറിയറ്റ്, ക്ഷേമനിധി ബോർഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സർക്കുലർ വന്നു. അത് ഇനിയെങ്കിലും അത് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. 6 മാസം ലീവ് എടുത്താൽ അടുത്ത 6 മാസത്തിനകം പെൻഷൻ ഈ 12% പലിശയോടുകൂടി തിരുവനന്തപുരത്തുള്ള പൂജപ്പുര SBIയിൽ, അതായത് നിങ്ങളുടെ ക്ഷേമനിധി ഓഫീസിരിക്കുന്ന ബ്രാഞ്ചുള്ള SBIയിൽ നിങ്ങൾ 12% തുക 6 മാസം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ 3000 രൂപ, 500 രൂപയുള്ള നിങ്ങൾ അടയ്ക്കേണ്ടത് 3000 രൂപ, അതിൻ്റെ 12% പലിശയോടുകൂടി അടയ്ക്കണം. എങ്കിലേ ക്ഷേമനിധി കറക്റ്റായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ കട്ടായി പോകും. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ക്ഷേമനിധി ഇനിയും കട്ടാവാൻ സാധ്യതയുണ്ട്. ഈ നിയമം എല്ലാവരും പഠിച്ചിരിക്കുക. രണ്ടാമതൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾ അങ്കണവാടിക്കാരും ഇങ്ങനെ തന്നെ, നിങ്ങൾ ഓഫീസർമാരും ഇങ്ങനെ തന്നെ, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾ ഗ്രൂപ്പ് വഴിയാണ് ലീവ് എടുക്കുന്നത്. ഗ്രൂപ്പ് വഴിയാണ് പലതും പറയുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ ഗ്രൂപ്പ് വഴി തന്നെ നാളെ ലീവാണ്, ഗ്രൂപ്പിൽ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങൾ സെക്ടർ മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു കത്ത് കൂടി കൊടുക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് ഓഫീസർമാരും ആ ശീലം ഒരു ഫയൽ ഉണ്ടാക്കി വെക്കണം. ഓഫീസിൽ ഓരോരുത്തരുടെ ലീവും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഫയൽ ഉണ്ടാക്കി വെക്കണം. ഇനി ചികിത്സാ ചെലവ്, അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ ലോങ് ലീവ് എടുക്കുന്നു. ഈ സമയത്ത് ലീവ് ലെറ്റർ കൊടുക്കുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് അപേക്ഷ കൊടുക്കുന്നവർ, ദയവായി ആ അപേക്ഷയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങൾ എടുത്തു വയ്ക്കണം. ഒരുപാട് ആളുകൾക്കാണ് അപേക്ഷ കാണാത്തത്. നിങ്ങളതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിർബന്ധമായി എടുത്തു വയ്ക്കണം. DTP എടുത്ത് കൊടുത്താൽ വളരെ സന്തോഷം. 30 രൂപ 40 രൂപ കൊടുത്താൽ DTP എടുത്ത് കിട്ടും. അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കണം, അത് സൂക്ഷിച്ച് വെക്കണം. നിങ്ങൾ ഓരോ അംഗനവാടിക്കാരും, ഒരു ഹെൽപ്പറും ഒരു വർക്കർ, അതായത് 66,000 പേരും നിങ്ങളൊരു പേഴ്സണൽ ഫയൽ ഉണ്ടാക്കി വെക്കണം. അതിനകത്ത് ഈ വരുന്ന ഓർഡറുകൾ, ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അയക്കുന്നത് എല്ലാം, പിന്നെ ഒരു വീഡിയോയിലാണ് അയക്കുന്നതെങ്കിൽ, അല്ല നിങ്ങൾ ഗ്രൂപ്പിലാണ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, ഇതൊക്കെ എടുത്ത് നിങ്ങൾ ഈ ഫയലിൽ സൂക്ഷിച്ച് വെക്കണം. ഇനി അടുത്ത കാര്യം, ഓഫീസിൽ കൊടുത്താൽ നിർബന്ധമായി നിങ്ങൾ റെസിപ്റ്റ് വാങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസിപ്റ്റ് തരാൻ അവിടെ റെസിപ്റ്റ് അടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളൊക്കെ സർക്കാർ ഓഫീസിൽ ഇത് പ്രയോഗിച്ചതാണ്, നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു കോപ്പി ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഏത് ക്ലർക്കാണോ നിങ്ങളെന്ന് മേടിച്ചത്, അല്ലെങ്കിൽ ഏത് ഓഫീസറാണോ മേടിച്ചത്, അയാളുടെ റിസീവ്ഡ് ഓൺ ഇത്രാം തീയതി അല്ലെങ്കിൽ ഇത്ര ദിവസം ഇന്ന സമയത്ത് സ്വീകരിച്ചു എന്നിട്ട് അവരുടെ ഒപ്പം പേര് വിട്ട് ആ പേപ്പർ വാങ്ങി വെച്ചോണം. എന്തായാലും ഒരു തെളിവ് നിങ്ങൾ വാങ്ങി വെക്കണം. കാരണം ഒരുപാട് ആളുകളുടെ പേപ്പറുകൾ ഓഫീസിൽ നിന്ന് നഷ്ടമായതിൻ്റെ ഫലമായി CDP ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ട്, സൂപ്പർവൈസർ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ട്, ജില്ലാ ഓഫീസിലേക്ക് അയച്ച് ജില്ലാ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ട്.
സംസ്ഥാന ഓഫീസിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, കാരണം ഞാൻ ആ പരാതി എനിക്ക് വന്നിട്ടില്ല, വരാത്ത കാര്യം പറയാൻ പാടില്ല. എന്തായാലും മറ്റ് പല തലങ്ങളിലും നഷ്ടമായിട്ടുണ്ട്. പിന്നെ ചെല്ലുമ്പോൾ പേപ്പറേ കാണാനില്ല, എന്ന് അപേക്ഷിച്ചു എന്നറിയില്ല, മറന്നുപോയി സ്ത്രീകൾ. എന്തിനപേക്ഷിച്ചു എന്നുള്ളത് പോലെ പറഞ്ഞു പോകുന്നവരുണ്ട് ഇവിടെ. നല്ല തമാശയാണ്. എന്തിനാണ് ഞാൻ അപേക്ഷിച്ചത്, അയ്യോ ഓർക്കുന്നില്ല. അപ്പോൾ അത് പറ്റത്തില്ല. നിങ്ങൾ ലീവ് എടുക്കുന്നത് ഉൾപ്പെടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റണം. മറ്റത് കൊടുത്തോളൂ, ഗ്രൂപ്പ് വഴി നിങ്ങൾ കൊടുത്തോളൂ, വാട്സപ്പ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി ലീവാണെന്ന്. പക്ഷേ നിങ്ങൾ അതിന് റെക്കോർഡാക്കണം. അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങൾ ലീവായിരുന്നു എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു മാസത്തെയോ സെക്ടർ മീറ്റിങ്ങിനോ അതുവരെയുള്ള ലീവ് നിങ്ങൾ എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് അപേക്ഷ കൊടുത്താലും അതിനൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് അതിൽ നിങ്ങൾ എഴുതി മേടിക്കണം. ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയിൽ റിസീവ്ഡ് ഇന്ന ദിവസം ഇത് സ്വീകരിച്ചുവെന്ന്. ആരാണോ സ്വീകരിച്ചത് ആ ഓഫീസറിൻ്റെ പേരും ഡെസിഗ്നേഷനും വേണമെങ്കിൽ മൊബൈൽ നമ്പരും ഒക്കെ. മൊബൈൽ നമ്പരും വെച്ചോളൂ, കാരണം പിന്നെ അവർ മാറിപ്പോയാൽ പിന്നെ അവരെ വിളിക്കാമല്ലോ. ഈ രീതിയിലുള്ള ഒരു റെക്കോർഡ് സൂക്ഷിക്കൽ പരിപാടി അംഗനവാടിയിൽ വളരെ അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നത്, CDPOമാരും സൂപ്പർവൈസർമാരും ഫീൽഡ് വിസിറ്റ് ചെയ്യുമ്പോൾ, അംഗനവാടികൾ വിസിറ്റ് ചെയ്യുമ്പോൾ അധികാര പരിധിയിലില്ലാത്തവരും കൂടി വിളിച്ചുകൊണ്ട് പോയി ഒരുപാട് പരിപാടികളും, ചിലയിടത്ത് ഷോ, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അത് ഷോ നടത്തിയത് കൊണ്ടാണ് എനിക്ക് വീഡിയോ വരെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. എനിക്ക് ചില ആളുകളുടെ വീഡിയോ വരെ കിട്ടും, സഹിക്കാൻ വയ്യാതെ അവരെടുത്ത് അയക്കുന്നതാണ്, പലരും എടുത്ത് അയക്കുന്നതാണ്. ഷോകൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അതാത് അധികാര പരിധിയിലുള്ളവർ മാത്രം പോയാൽ എത്ര മനോഹരമായിരിക്കും. ഇത് റിക്വസ്റ്റാണ്, ഞാൻ ഉത്തരവിറക്കാൻ ഞാൻ ആരും അല്ല, ഒരു റിക്വസ്റ്റാണ് CDPOമാരോട് സൂപ്പർവൈസർമാരോടും. നിങ്ങൾ അതാത് അധികാര പരിധിയിലുള്ളവർ മാത്രം പോയാൽ ഇവർ പേടിച്ചു പോകില്ല. എല്ലാ അംഗനവാടി വർക്കർമാരും ടീച്ചർമാരും പെർഫെക്റ്റും സത്യവതികളും ഹരിശ്ചന്ദ്രന്മാരും ഒന്നുമല്ല. അവരും സ്ത്രീകളാണ്, അവരുടെ കയ്യിൽ തരികിട കാണും. അവർ ചിലരെങ്കിലും കിട്ടുന്ന ഫുഡിൻ്റെ കുറച്ച് ബാലൻസ് വന്നാൽ കൊണ്ടുപോകും, കള്ളക്കണക്കെഴുതും, കള്ളബില്ലെഴുതും, എല്ലാം ചെയ്യും. അവരും തരികിടകൾ കാണിക്കും. അവരും നിങ്ങളുമൊക്കെ ആയിരുന്നല്ലോ. കാരണം ഒരുപാട് സൂപ്പർവൈസർമാർ ഇവരിൽ നിന്ന് ഉയർന്നു വന്നവരാണല്ലോ, അംഗനവാടി വർക്കർമാരിൽ നിന്ന് ഉയർന്നു വന്നവരാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അറിയാൻ പറ്റും നിങ്ങൾക്ക് അവരുടെ തരികിടകളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ അത് ഒരു വിഷയം. രണ്ടാമതൊരു പരാതിയും കൂടെ വന്നിട്ടുള്ളത്, അത് കോർഡിനേറ്റർമാരെന്ന് പറഞ്ഞ് കുറച്ച് പേരെ പോസ്റ്റ്, ലീഡർമാരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ലീഡർമാരെ എടുത്തു വെച്ചിരിക്കുന്നത് ആഫീസർമാരെ കൂടെ ചേർന്ന് ആഫീസർ കളിക്കാനും അംഗനവാടി വർക്കർമാരെ ഹെൽപ്പർമാരുടെയും പുറത്ത് കുതിര കയറാനുമല്ല. നിങ്ങൾ ഒരു വർക്കറാണ് അല്ലെങ്കിൽ ഹെൽപ്പറായിരിക്കും, ചിലയിടത്ത് ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ലീഡറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ജോലി വർക്കറിൻ്റെയും ഹെൽപ്പറിൻ്റെയും ഇടയ്ക്ക്, സൂപ്പർവൈസറിൻ്റെ CDPO ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പാലമാണ്. നിങ്ങൾ രണ്ട് കൂട്ടരെയും ഒരുപോലെ കണ്ട് ഏറ്റവും കൂടുതൽ ക്ഷേമം വാങ്ങിക്കൊടുക്കേണ്ടത് വർക്കർക്കും ഹെൽപ്പർക്കുമാണ്. അവരുടെ ക്ഷേമം അറിയിക്കാനും അവർക്കുള്ള സഹായം കൊടുക്കാനും കൂടിയാണ് നിങ്ങളെ വച്ചിരിക്കുന്നത്. ലീഡർമാർ അത് മറന്നു പോകരുത്. അത് റിക്വസ്റ്റാണ്. അപ്പോൾ രണ്ട് റിക്വസ്റ്റും, ഒരു ആദ്യം പറഞ്ഞത് ഒരു കാര്യവും. ഇത് അംഗനവാടിക്ക് വേണ്ടി ചെയ്യുന്നു. ഇത്തരത്തിൽ ഏത് വിഷയം വന്നാലും അംഗനവാടിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഒരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അംഗനവാടി ഫ്രീഡം ഫോറത്തിൻ്റെ, കേരള അംഗനവാടി ഫ്രീഡം ഫോറത്തിൻ്റെ 14 വാട്സപ്പ് ഗ്രൂപ്പും 14 ജില്ലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങളുടെ ജില്ലയിലുള്ള പരമാവധി ആളുകളെ ആ ഗ്രൂപ്പുകളിൽ കൊണ്ടുവരിക. സുഭാഷിതം ഡിജിറ്റൽ ചാനലിൻ്റെയും അതുപോലെ തന്നെ ഗ്ലോബൽ മലയാളി ന്യൂസിൻ്റെ ചാനലിൻ്റെയും CEO ആയിട്ടുള്ള അംഗനവാടി ഫ്രീഡം ഫോറത്തിൻ്റെ സംസ്ഥാന ചെയർമാനും അഡ്വൈസറും മെൻറ്ററുമായിട്ടുള്ള ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഞാൻ എല്ലാ ജില്ലകളും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളും സന്ദർശിക്കുന്നതാണ്. കഴിയുന്നത്ര സ്ഥലങ്ങളിൽ നേരിട്ട് ആളുകളെ കാണുന്നതാണ്. ചിലപ്പോൾ 2-3 ജില്ലയ്ക്ക് വേണ്ടി ഒന്നിച്ച് വിളിക്കും, ചിലപ്പോൾ അത് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്തായാലും കേരളത്തിൽ എല്ലാവരെയും കാണുന്നതാണ്. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞു. സമാന്തരമായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഈ 50-ാം വർഷത്തിൽ എല്ലാ സഹോദരിമാർക്കും ഈ കൂട്ടായ്മയ്ക്ക് സ്വാഗതം. ഈ കൂട്ടായ്മയിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, പണ്ഡിതനില്ല, പാമരനില്ല, എല്ലാവരും തുല്യരാണ്. ഏറ്റവും പ്രധാനം, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. വ്യക്തികൾക്കുണ്ടാകാം, സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല എന്ന് നിങ്ങൾ അറിയുക. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ എല്ലാവരും പങ്കെടുക്കുക. പരമാവധി CDPOമാർക്കും സൂപ്പർവൈസർമാർക്കും എല്ലാം അറിയിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഒന്നും ഭീഷണിയല്ല, എല്ലാം സ്നേഹബുദ്ധിയാ പറയുന്നു. നമുക്കൊറ്റ ടീമായി പ്രവർത്തിക്കാം. കേരളത്തിലെ അംഗനവാടികളെ ഏറ്റവും മനോഹരമാക്കി ലോകത്തിലെ ഒന്നാമതാക്കി നമുക്ക് മാറ്റാം.